ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ഇന്ന് ഈ രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല കോടതി പരിഗണിക്കുന്ന ദിവസമാണ്. സുപ്രധാനമായ ഡിജിറ്റൽ തെളിവുകൾ SITക്ക് ലഭിച്ചു എന്നാണ് റിപ്പോർട്ട്. ഫോണിന്റെ വിദഗ്ധ പരിശോധന വേണമെന്ന് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടും. അമൽ സുരേന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നത്. അമലെ, ഗുഡ് മോർണിംഗ്. പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നത്തെ ദിവസം ഏറെ നിർണായകമാണ്. ഇതിൽ രാഹുലിന്റെ ഫോണ്, അതോടൊപ്പം തന്നെ ലാപ്ടോപ്പ് ഇതുവരെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡിജിറ്റൽ തെളിവുകളുടെ ശേഖരം അത്ര കണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും രാഹുൽ പറഞ്ഞത് താൻ നിരപരാധിയാണെന്നും കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഇമെയിൽ വഴി ലഭിച്ച പരാതിയിൽ ഇങ്ങനെ FIR എടുത്ത കേസുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇങ്ങനെയൊക്കെയാണ് പ്രതിഭാഗം അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം കോടതിയൊക്കെ അറിയിച്ചത്. അപ്പോൾ ഇന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാകും പ്രതിഭാഗം ഉയർത്തുക? വിവരങ്ങൾ എങ്ങനെയാണ്? എന്തൊക്കെ പ്രതീക്ഷിക്കണം? സേതു, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ 14 ദിവസത്തെ റിമാൻഡിലാണ്. മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. 3-ാം നമ്പർ സെല്ലിലാണ്. ഏതായാലും ഇന്ന് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുൽ വീണ്ടും ഹാജരാക്കണമെന്ന് ഈ പോലീസിന് കസ്റ്റഡിയിൽ നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പറയുന്ന സമയത്ത് തന്നെ മജിസ്ട്രേറ്റ് വ്യക്തമാക്കിയതാണ്. അതിന്റെ ഭാഗമായി ഇന്ന് 11 മണിയോടുകൂടി തന്നെ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുലിനെ പോലീസ് ഉദ്യോഗസ്ഥർ ഹാജരാക്കും. 9 മണിയോടുകൂടി ഇവിടെ മാവേലിക്കര സബ് നിന്ന് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷ, അതായത് ഇന്നലെ ഉച്ചയോടുകൂടി കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് രാഹുലിനെ പത്തനംതിട്ടയിലെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയിരുന്നു. അപ്പോൾ തന്നെ രാഹുലിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിരുന്ന 2 ഫോണുകളടക്കം അന്വേഷണ സംഘം ഈ മജിസ്ട്രേറ്റിന് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോഴും രാഹുലിന്റെ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ തന്നെയാണുള്ളത്. പക്ഷേ ഇന്ന് ജാമ്യം കിട്ടുന്ന കാര്യത്തിൽ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് എന്നാണ് നമ്മൾ നിയമവൃത്തങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. പ്രത്യേകിച്ചും രാഹുലിന്റെ അറസ്റ്റ് അത് നിയമവിരുദ്ധമായാണ് ഉണ്ടായത് എന്ന് പ്രതിഭാഗത്തിന് സ്ഥാപിക്കുവാൻ സാധിച്ചാൽ മാത്രമേ ഏതായാലും ഇന്ന് ജാമ്യം എന്നൊരു ഘട്ടത്തിലേക്ക് പോവുകയുള്ളൂ. 11 മണിയോടുകൂടി രാഹുലിനെ ഇപ്പോൾ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും SIT പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ കസ്റ്റഡിയിൽ വിടുന്നതിനെ എതിർത്തുകൊണ്ട് പ്രതിഭാഗം ഉയർത്തിയ ഒരു വാദമായിരുന്നു ഇമെയിലിലൂടെയാണ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് അല്ലെങ്കിൽ പരാതി കിട്ടിയത്, അതിൽ പരാതിക്കാരിയുടെ ഒപ്പില്ല എന്നുള്ളത്. അത് അക്ഷരത്തിൽ തെറ്റാണ്, അല്ലെങ്കിൽ അടിസ്ഥാനപരമായി തെറ്റാണ് എന്ന് SIT ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇമെയിലിലൂടെ പരാതി എടുക്കാം, അതിൽ ഒരു സിഗ്നേച്ചറും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പരാതി വാലിഡ് ആണ് എന്നും SIT ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. സേതു.